ഹലോ എല്ലാവർക്കും നമസ്കാരം. പത്രമാറ്റ് സീരിയലിലെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സീരിയൽ കാണുന്നവർക്കറിയാലോ, അബി ഇപ്പോൾ നവ്യയോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. നവ്യയാണെങ്കിൽ ഉള്ളിലൊരിത്തിരി സംശയത്തോടെയാണ് അബിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെ നോക്കിക്കാണുന്നത്. എന്ന് വച്ചാൽ നവ്യയുടെ മുന്നിലെ അനുഭവം അതാണല്ലോ. എന്നാൽ ആ സംശയത്തിൽ കഴമ്പുണ്ടെന്ന് തന്നെ പറയാം. കാരണം അബി ഇപ്പോൾ നവ്യയോട് കാണിക്കുന്നത് ശരിക്കുമുള്ള സ്നേഹമല്ല. അനഘ തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അബിയെ നിരന്തരം ശല്യം ചെയ്യുവാണല്ലോ. അതുകൊണ്ട് തന്നെ ആരും തന്നെ സംശയിക്കാതിരിക്കാനും സത്യം ആരും അറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് അബിയുടെ ഈ അഭിനയം. എല്ലാത്തിനും പുറമെ അബിയാണെങ്കിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അനന്തപുരിയിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇതിനിടയിൽ നവ്യയ്ക്ക് പെട്ടെന്ന് വേദനയുണ്ടാവുകയും നവ്യയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ എത്തുന്ന നവ്യയ്ക്കാണെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വരുന്നത്. നവ്യയുടെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും പ്രസവത്തിൽ കുഞ്ഞ് ജീവനോടെ വരാൻ സാധ്യതയില്ലെന്നുമാണ് ഡോക്ടർ പറയുന്നത്. ഈ വാർത്ത കേൾക്കുന്ന നവ്യ ആകട്ടെ വളരെ തളർന്നു പോവുകയാണ്. നവ്യ മാത്രമല്ല, കനകദുർഗയുടെ കുടുംബത്തിനാകെ തന്നെ ഇത് വലിയ ഷോക്കാവുന്നു. ഈ വിവരം പറയാനായിട്ട് അബിയുടെ റൂമിലേക്ക് ചെല്ലുന്ന ആദർശ് അവിടെ വെച്ച് അബിക്ക് വരുന്ന ഒരു കാൾ അറ്റൻഡ് ചെയ്യുകയാണ്. അങ്ങനെ സംശയം തോന്നിയിട്ട് ആദർശ് അബിയെ ചോദ്യം ചെയ്യുമ്പോൾ പുള്ളിക്കാരനാകട്ടെ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞ് വളരെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ സംശയം കൂടിയിട്ട് ആദർശ് അനഘയെ കാണുകയും അവളിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നവ്യയുടെ നിലവിലത്തെ അവസ്ഥയിൽ ഇത് അവൾക്ക് താങ്ങാനാകില്ലെന്ന് ചിന്തിക്കുന്ന ആദർശ് അനഘയുടെ സമ്മതത്തോടെ തന്നെ കുഞ്ഞിനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ കാഴ്ച കാണുന്ന അബിയാകട്ടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിറങ്ങലിച്ച് നിൽക്കുവാണ്. കുഞ്ഞിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ആദർശ് എല്ലാവരോടും പറയുമോ, അനന്തപുരിക്കാർ ആ കുഞ്ഞിനെ സ്വീകരിക്കുമോ എന്നൊക്കെ മറ്റൊരു പ്രൊമോയിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക.